എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടി ചാടി? ചാടി ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം നന്നാവാൻ ഒന്നാവാം എന്ന 5ാമത്തെ യൂണിറ്റിലെ ചോദ്യം എന്ന കാർട്ടൂൺ കഥയാണേ. 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CVS, LSS ക്ലാസ്സുകളും കേറ്റിട്ട് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണേ. ചെക്ക് ചെയ്ത് നോക്കുമല്ലോ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. മക്കളെ, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിലാണോ? ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണോ? ആരെങ്കിലും നിങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താവും മക്കൾക്ക് തോന്നുക? ഇവിടെ ചോദ്യം എന്ന കഥയിലെ കഥാപാത്രമായ ഉറുമ്പ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും. ചില ചോദ്യങ്ങൾ ഉപകാരപ്രദമാണ് അല്ലേ? ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കുന്നത് മക്കൾക്ക് പഠനകാര്യങ്ങളിലുള്ള അറിവും നിലവാരവും കണ്ടെത്താനല്ലേ? അതൊഴിച്ചുകൂടാനാവില്ല, ഉപകാരപ്രദമാണല്ലേ? എന്നാൽ ചില അനാവശ്യ ചോദ്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. എല്ലാ ചോദ്യങ്ങളും നല്ലതല്ല. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചോദിക്കുന്നത് മാത്രമാണ് നല്ല ചോദ്യങ്ങൾ. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ എന്തൊക്കെ ഉണ്ടാവണമെന്നാണ് പറയുന്നത്? സ്നേഹമുണ്ടാവണം, സമഭാവന ഉണ്ടാവണം. ഈ ആശയം വ്യക്തമാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് ചോദ്യം. ആനക്കാര്യം എൻ്റെ കാര്യവും എന്ന കാർട്ടൂൺ കഥയിലെ ഭാഗമാണിത്. NT രാജീവ് അദ്ദേഹമാണിത് എഴുതിയിട്ടുള്ളത്. നമുക്കാദ്യം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം: എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടി ചാടി? ചാടി ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ? പറന്നല്ലാതെ നീന്തി പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ? ഇഴഞ്ഞിഴഞ്ഞെങ്ങോട്ടാ രാവിലെ തന്നെ? ഈ പാവങ്ങളും ജീവിച്ചു പൊക്കോട്ടെ, അവൻ്റെ ഒരു അഹങ്കാരം. ഹാവോ, ഒരാളോടും ഒന്നും ചോദിച്ചൂടല്ലോ. കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ. ചിത്രങ്ങൾ ഒന്നുകൂടി നോക്കിയേ മക്കളെ. ചിത്രങ്ങളും ഇവിടെ തന്നിട്ടുള്ള സംഭാഷണവും കൂടി വായിച്ചു നോക്കിയപ്പോൾ കഥ പൂർണ്ണമായി മനസ്സിലായില്ലേ? ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയാണ് ഒരു ഉറുമ്പ്. അവർ വഴിയിലൊരു തവളയെയും മൂങ്ങയെയും പാമ്പിനെയും കണ്ടുമുട്ടുന്നു. ചാടി ചാടി പാറയിലേക്കു കയറുന്ന തവളയോട് എങ്ങോട്ടാണാവോ ചാടി എന്ന് ഉറുമ്പ് ചോദിക്കുന്നു. തവളയ്ക്ക് അതിഷ്ടമായില്ല. പിന്നെ തുഴഞ്ഞു പോകുമോ എന്ന് തവള ദേഷ്യത്തോടെ ചോദിക്കുന്നു. കുറേ ദൂരം കൂടി അങ്ങനെ പോയപ്പോൾ മൂങ്ങ പറക്കുന്നത് കണ്ട് പറന്നു പറന്ന് എങ്ങോട്ടാണാവോ എന്ന് ഉറുമ്പ് ചോദിച്ചു. മൂങ്ങയ്ക്കും ആ ചോദ്യം ഇഷ്ടമായില്ല. പിന്നെ നീന്തി പോണോ എന്ന് ദേഷ്യത്തോടെ മൂങ്ങ ചോദിച്ചു. ഇതുകൊണ്ടും ഉറുമ്പിനടക്കമായില്ല കേട്ടോ. ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒരു പാമ്പിനെ കണ്ട് ഇഴഞ്ഞിഴഞ്ഞ് എങ്ങോട്ടാ എന്ന് ചോദിച്ചു. പാവങ്ങളും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് പാമ്പും ഇഴഞ്ഞുപോയി. ആനപ്പുറത്തിരുന്ന താൻ അവരോടെല്ലാം ചോദിച്ചത് അഹങ്കാരത്തോടെയാണെന്ന് ഉറുമ്പിന് അപ്പോഴും മനസ്സിലായില്ല. അത്രയും നേരം ഉറുമ്പിൻ്റെ അഹങ്കാരവും പരിഹാസവും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ആന എന്തു പറഞ്ഞു? വിതച്ചതേ കൊയ്യൂ. അതായത് കളിയാക്കിക്കൊണ്ടും അഹങ്കാരത്തോടെയും ഒക്കെയാണ് ഉറുമ്പ് തവളയോടും മൂങ്ങയോടും പാമ്പിനോടും ഒക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തവളയും മൂങ്ങയും പാമ്പും തിരിച്ചും ഉറുമ്പിനോട് ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയത്. ഈ കഥ എന്താണ് മക്കളെ നമ്മെ പഠിപ്പിക്കുന്നത്? എല്ലാവരോടും സ്നേഹത്തോടെയും സമഭാവനയോടെയും മാത്രം പെരുമാറുക. എങ്കിൽ മാത്രമേ തിരിച്ചും മറ്റുള്ളവർക്ക് നമ്മോടുള്ള പെരുമാറ്റം സ്നേഹവും സമഭാവനയും കലർന്നതായി തീരുകയുള്ളൂ. നല്ല ചോദ്യങ്ങൾ നമ്മെ എന്താക്കി മാറ്റും? ബുദ്ധിമാനാക്കും. അനാവശ്യ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടിലുമാക്കും. നല്ല ചോദ്യങ്ങൾ നമ്മെ ബുദ്ധിമാനാക്കും, അനാവശ്യ ചോദ്യങ്ങൾ നമ്മെ ബുദ്ധിമുട്ടിലാക്കും. ഇത് മറക്കരുത് കേട്ടോ. വളരെ ചെറിയൊരു ജീവിയല്ലേ മക്കളെ ഉറുമ്പ്. ആനയോ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആനപ്പുറത്തിരിക്കുന്ന ഉറുമ്പിന് താൻ വലിയ ഉയരത്തിലെത്തി എന്നുള്ള അഹങ്കാരമാണ് തോന്നിയത്. അതുകൊണ്ടാണ് താഴെ കൂടി സഞ്ചരിക്കുന്ന ചെറു ജീവികളെ അവൻ പുച്ഛത്തോടെ നോക്കിക്കണ്ടത്. പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താം.
ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. തീരെ ചെറിയ ഒരു ജീവിയാണ് ഉറുമ്പ്. ആനയാവട്ടെ കരയിലെ ഏറ്റവും വലിയ ജീവിയും. ആനപ്പുറത്തിരിക്കുന്ന ഉറുമ്പിന് താൻ വലിയ ഉയരത്തിലെത്തിപ്പോയി എന്ന അഹങ്കാരമാണുള്ളത്. താഴെ സഞ്ചരിക്കുന്നവരെ അവൻ പുച്ഛത്തോടെ നോക്കിക്കണ്ടു. എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും ചെറിയവരെ കളിയാക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. സമഭാവനയോടുകൂടി അവരെയും നാം ചേർത്ത് പിടിക്കണം. എന്നാൽ ഈ കഥയിലെ ഉറുമ്പ് അഹങ്കാരിയായ സ്വഭാവമുള്ളവനാണ്. മറ്റുള്ളവരെ കളിയാക്കുകയും അവരോട് അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാനമാകട്ടെ തിരിച്ചു മറുപടി കിട്ടുമ്പോൾ അയ്യോ എന്താ എല്ലാവരും ഇങ്ങനെ എന്ന ചിന്തയിൽ വീണ്ടും പരിഭവിക്കുന്നു. അതായത് താൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയാതെ വീണ്ടും അഹങ്കാരത്തോടെ ജീവിച്ചു പോവാനാണ് അവനിഷ്ടം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റിയെഴുതി കാർട്ടൂൺ തയ്യാറാക്കൂ. ഇവിടെ കഥയിലോ മക്കളെ ഉറുമ്പ് അഹങ്കാരത്തോടെയാണല്ലേ സഹജീവികളോട് സംസാരിക്കുന്നത്. സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന രീതിയിൽ സംഭാഷണം ഒന്ന് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? തവളക്കുട്ട വരൂ, നമുക്ക് ആനപ്പുറത്ത് പോകാം. ഒരുപാട് നന്ദിയുണ്ട് ചങ്ങാതി. ചാടി ചാടി എൻ്റെ കാൽ തളർന്നിരുന്നു. പറന്നു കഷ്ടപ്പെടേണ്ട മുങ്ങപ്പെണ്ണെ, വാ ആനപ്പുറത്തിരുന്ന് പോകാം. വേണ്ട ചങ്ങാതി, ഞാൻ വേറൊരു വഴിക്കാ, നന്ദി. ദേ ഇങ്ങോട്ട് കയറിക്കോ, ആനച്ചേട്ടനും സമ്മതമാ. വേണ്ട, എനിക്ക് പേടിയാ. ഷോ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചാടിയും പറന്നും ഇഴഞ്ഞുമൊക്കെ പോകുന്നത്. സാരമില്ല, അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടല്ലോ, അത് മതി. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ. താങ്ക്സ് ഫോർ വാച്ചിങ്.